സുഹൃത്തുക്കളെ, നമ്മളിൽ പലരും ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായും ഒരു 80% പേരെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കാത്തവർ കുറവായിരിക്കും. അനുഭവിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. എങ്ങനെ ഈ ഒറ്റപ്പെടൽ അതിജീവിക്കാം? എപ്പോഴും ഒറ്റപ്പെട്ടിരുന്നാൽ മാത്രം മതിയോ? എപ്പോഴും തകർന്ന് മാത്രം ഇരുന്നാൽ മതിയോ? നമുക്കും ജീവിക്കണ്ടേ? അപ്പോൾ അതിന് കുറച്ച് വഴികൾ ഞാൻ പറഞ്ഞു തരാം. ഒറ്റപ്പെട്ടു പോകുമ്പോൾ അതിജീവിക്കാനുള്ള ഒരു 5 വഴികൾ നമുക്ക് നോക്കാം. ആദ്യം സ്വയം വിശ്വസിക്കുക. നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക. ആര് കൂടെ ഇല്ലെങ്കിലും ഞാൻ ജീവിക്കും. ഞാൻ ജനിച്ചതും ജീവിക്കുന്നതും മരിക്കുന്നതും എല്ലാം എൻ്റെ ഒരു ധൈര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ദൈവവിശ്വാസത്തിൻ്റെയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടിയാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അല്ലാതെ ഇന്ന ആളെ കണ്ടിട്ടോ ഇന്നത് കണ്ടിട്ടോ അല്ല ഞാൻ ജീവിക്കുന്നത്. എല്ലാവരും കൂടെ ഉണ്ടായാൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റൂ. അങ്ങനെയൊക്കെയുള്ള ആവശ്യമില്ലാത്ത ചിന്തകൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുക. 2, കഴിഞ്ഞ വിജയങ്ങൾ ഓർക്കുക. മുമ്പ് നിങ്ങൾ അതിജീവിച്ച പ്രയാസങ്ങൾ. നമ്മൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അതിജീവിച്ചിട്ട് വന്നിട്ട് ഉണ്ടെങ്കിൽ ആ മുമ്പ് നമ്മൾ അതിജീവിച്ച ആ പ്രയാസങ്ങളൊക്കെ ഒന്ന് വെറുതെ ഇരിക്കുമ്പോൾ ഓർത്തെടുക്കുക. അത് നമ്മളെ ഡൗൺ ആക്കാനല്ല, അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ അത് നമുക്കൊരു ശക്തിയായി നിൽക്കും. തീർച്ചയായും നമുക്കൊരു ശക്തി നൽകും. 3, പുതിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക. വലിയ വലിയ ആവണമെന്നില്ല, ചെറിയ ചെറിയ ലക്ഷ്യങ്ങളായാലും മതി. അതുപോലും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ നൽകും. ഒരു ലക്ഷ്യവും ഒന്നുമില്ലാതെ നമ്മളിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ എവിടെയും ജയിക്കാൻ പറ്റില്ല, എവിടെയും ഒന്നും ആവാൻ പറ്റില്ല. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ചെറിയ ലക്ഷ്യമെങ്കിലും ഉണ്ടാവണം. ചെറിയ ലക്ഷ്യങ്ങൾ പതുക്കെ പതുക്കെ വലിയ ലക്ഷ്യങ്ങളായി മാറും. അടുത്തത്, സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. നമുക്ക് പലർക്കും പറ്റുന്ന ഒരു കാര്യമാണിത്. എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണിത്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നീ കാരണമാണ്, നീ അത് പറഞ്ഞ കാര്യമാണ്, നീ അത് ചെയ്ത കാര്യമാണ്, നിന്റെ ഭാഗത്താണ് കുറ്റം. എല്ലാതും നമ്മൾ സ്വയം ഏറ്റെടുക്കും. നമ്മുടെ മനസ്സുണ്ടല്ലോ, അത് നമ്മുടെ നിയന്ത്രണത്തിലാക്കണം. മറ്റുള്ളവരെ നിയന്ത്രണത്തിലാക്കരുത്. മറ്റൊരാൾ നമ്മളൊന്ന് പറയുന്നു, അത് നീ കാരണമാണ്, അത് നമ്മളോട് തന്നെ നീ കാരണമാണ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ പേടിപ്പിച്ചാൽ നമ്മുടെ മനസ്സ് ഭയക്കും. പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിന് ധൈര്യം കൊടുക്കുക. ഇത് ഞാൻ കാരണമല്ല, ഇത് എൻ്റെ മേൽ വെറുതെ അടിച്ചേൽപ്പിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മനസ്സിന് ധൈര്യം കൊടുക്കുക. നമ്മുടെ മനസ്സിന് നമ്മൾ കൊടുക്കുന്ന ധൈര്യമാണ് നമ്മൾ ഏത് ഒരു പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കരുത്തു നൽകുന്നത്. നേരെ മറിച്ച് നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ പേടിപ്പിച്ച് നിർത്താണെന്ന് കരുതുക. നീ കാരണമാണ്, നിനക്കൊന്നും പറ്റില്ല, അങ്ങനെയൊക്കെ വേറെ ആൾ നമ്മളെ പേടിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെ പേടിപ്പിക്കാനായിട്ട് നമ്മളും കൂടി നിന്ന് നോക്കി, നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് നമ്മുടെ മനസ്സിനെ നമ്മൾ മിത്രമാക്കുക. നമ്മുടെ മനസ്സിന് നമ്മൾ ധൈര്യം കൊടുക്കുക. ഒരിക്കലും നമ്മുടെ മനസ്സിനെ നമ്മൾ ശത്രുവാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ദൈവത്തിൽ വിശ്വസിക്കുക. എല്ലാത്തിനും ഉപരി ദൈവവിശ്വാസം. ദൈവത്തിൽ വിശ്വസിക്കുക. നമ്മുടെ കൃഷ്ണൻ നമ്മുടെ കൂടെയുണ്ട്. ഒരുപാട് പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈശ്വരൻ കൂടി ഉണ്ടായിട്ട് എന്താണ് ഇത്ര പ്രതിസന്ധി എന്ന്. ഓർക്കുക, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഇല്ലാത്തവരായിട്ട് ആരുമില്ല. നമ്മൾ പലവരുടെയും നല്ല വശങ്ങൾ മാത്രം, നല്ല സന്തോഷത്തിന്റെ വശങ്ങളായിരിക്കും കാണുന്നത്. എല്ലാവരുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ ഉണ്ടാകും. അതിനെ അതിജീവിക്കാനുള്ള വഴികൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അതായത് നമ്മൾ പ്രാർത്ഥിക്കുക മാത്രം, ദൈവം ഒന്ന് രക്ഷിക്കണം എന്നുള്ള ചിന്തയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വഴികൾ കാണിച്ചു തരും. ആ വഴികളിൽ കൂടെ നമ്മൾ നടക്കുക. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാണ്ട് നമുക്ക് എവിടെയും ഒന്നും ലഭിക്കുകയില്ല. അപ്പൊ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ വന്ന് രക്ഷിക്കും. നമുക്കൊന്നും ചെയ്യണ്ട, ഈശ്വരൻ അങ്ങോട്ട് വന്ന് രക്ഷിക്കും എന്നുള്ളൊരു ചിന്ത മാറ്റുക. പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് മാത്രം സമയം കളയരുത്, പ്രാർത്ഥിക്കുക. ഏറ്റവും പ്രധാനമായി നമ്മുടെ ഹാർഡ് വർക്ക്, കഠിനമായിട്ടുള്ള ഹാർഡ് വർക്ക്. നമ്മൾ നല്ല രീതിയിൽ ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഉയരങ്ങൾ കീഴടക്കാൻ തീർച്ചയായിട്ടും പറ്റും. എത്ര വലിയ ഉയരങ്ങളിലെത്തിയവരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അത്ര എത്തിയത്. നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഉയർച്ച മാത്രമാണ് കാണുന്നത്. നമ്മൾ അവർ ചെയ്ത അവരുടെ ഹാർഡ് വർക്ക് അത് നമുക്ക് നോക്കാനും സമയമില്ല. നമ്മൾ അവരുടെ ഉയരങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നുണ്ട്.
എല്ലാവരും നമ്മളെപ്പോലെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് അത്രയും എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈശ്വരവിശ്വാസം, നമ്മുടെ ഹാർഡ് വർക്ക്, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്ര വലിയ ഉയരങ്ങളും കീഴടക്കാൻ നമുക്ക് സാധിക്കും. ഈശ്വരവിശ്വാസം ഒരിക്കലും കൈവിടരുത്. പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നമ്മൾ ശ്രദ്ധിക്കുക, അതിൽ നിന്നും നമ്മൾ പാഠങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. ഇതുപോലൊക്കെ ശ്രദ്ധിച്ചു പോയ ഒറ്റപ്പെടുക എന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊട്ടും ഭയമില്ലാത്തൊരു സംഭവമായി മാറും ചെയ്യും.